ദേവിക, കർണാടക മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും എല്ലാ വിഭാഗത്തിൽ നിന്നും ആളുകളെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പ്രധാനമായും കോൺഗ്രസ് പാർട്ടി. അത്തരത്തിലുള്ള നീക്കത്തിനാണ് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ സമുദായത്തിൽ നിന്നുള്ള നേതാക്കളെല്ലാം തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയൊരു അവിടെ ഒരു സമവായ നീക്കത്തിലൂടെ തന്നെ മന്ത്രിസഭാ രൂപീകരണവും ചെയ്യാനാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സിദ്ധരാമയ്യയും അതോടൊപ്പം DK ശിവകുമാറും ഡൽഹിയിലേക്ക് പോകുന്നത്. ഇന്ന് വൈകിട്ടാണ് ഈ ഹൈക്കമാൻഡുമായി ചേർന്ന് ഇത്തരത്തിലൊരു ചർച്ച നടത്തിയിട്ടാണ് പ്രധാനമായും ആരൊക്കെ മന്ത്രിസഭയിൽ എത്തണമെന്നൊരു കാര്യത്തിൽ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുകയെന്നാണ് ലഭിക്കുന്ന വിവരം. മന്ത്രിസഭയിലേക്കുള്ള 10 പേര് DK സിദ്ധരാമയ്യ വിഭാഗങ്ങൾ തമ്മിലൊരു ധാരണയായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതോടൊപ്പം തന്നെ പേര് സംബന്ധിച്ച ഒരു ചർച്ചയാണ് പ്രധാനമായും നടക്കുന്നത്. കൂടാതെ KC വേണുഗോപാൽ സാന്നിധ്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നത നേതാക്കളുമായി ഈ ചർച്ച നടത്തിയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഈ സംസ്ഥാനത്തിനകത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് പല സമവാക്യങ്ങളും പരിഗണിക്കുക. അതിന് പ്രധാനമായും ഈ ജാതീയ സമവാക്യമാണ് കർണാടകയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജാതി സമുദായങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രാധാന്യം എല്ലാ ഇത്തവണയും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇത്തവണയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലിംഗായത്ത് ഒക്കലിംഗ സമുദായങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രിയായി DK ശിവകുമാറും വന്നപ്പോൾ ഏക ഉപമുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ പല മുതിർന്ന നേതാക്കളും ഉപമുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ച നേതാക്കൾ ഉണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ ഒരു അനുനയിപ്പിച്ച ഒരു നീക്കം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതും കൂടെ പരിഗണിക്കും. കൂടാതെ MD പാട്ടീൽ, G പരമേശ്വര പോലുള്ള സമുദായ നേതാക്കളെല്ലാം തന്നെ അവരെല്ലാം തന്നെ ഉപമുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്തിരുന്ന നേതാക്കളെയാണ്. അവർക്കൊക്കെ സുപ്രധാന വകുപ്പുകൾ നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ 34 പേരെയാണ് പരമാവധി ആ മന്ത്രിസഭയിലേക്ക് എടുക്കാൻ കഴിയുക. 65ഓളം പേരാണ് നിലവിൽ അവിടെ ഉള്ളത്. അപ്പം ഇതെല്ലാം കണ്ട് ഈ 65 പേരുടെ പട്ടികയിൽ നിന്നാണ് ഒരു 35 പേരെ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിന് ആവശ്യമായ വകുപ്പുകൾ കൊടുക്കാനായിട്ട് എല്ലാവരെയും ഈ 65 പേരിൽ നിന്ന് പരിഗണിച്ചാണ് പ്രധാനപ്പെട്ട ആളുകളെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അപ്പം ആ സമവാക്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് അന്തിമ രൂപത്തിലേക്ക് എത്തുകയെന്നാണ് മനസ്സിലാക്കുന്നത്. ലിംഗായത്ത് ഒക്കലിംഗ സമുദായങ്ങളിൽ നിന്ന് 4 വീതം മന്ത്രിമാർക്കുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ ജഗദീഷ് ഷട്ടാർ അടക്കമുള്ള നേതാക്കൾ, BJP-യിൽ നിന്ന് വന്ന നേതാക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ പരിഗണിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അപ്പം ഇതെല്ലാം കൂടെ ഈ ചർച്ചയിലെല്ലാം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 3 പേർക്കുള്ള സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. കൂടാതെ KPCC വർക്കിംഗ് പ്രസിഡന്റ് സമീർ അഹമ്മദ്, ചാമരാജ്പേട്ടയിൽ ജയിച്ച സമീർ അഹമ്മദ് ഖാൻ, കൽബുർഗി നോർത്ത് MLA ഹനീസ് ഫാത്തിമ എന്നിവർക്കാണ് ഇതിൽ പ്രധാനമായും സാധ്യത വെക്കുന്നത്. കൂടാതെ മറ്റ് നേതാക്കളെല്ലാം തന്നെ പരിഗണിക്കുന്നു. കൂടാതെ മലയാളിയായ KJ ജോർജിനും സുപ്രധാന വകുപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നാളെ 12:30 സത്യപ്രതിജ്ഞ നടക്കുന്നതിന് മുമ്പായിട്ട് ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൊടുക്കണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ രൂപം ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ മുതിർന്ന 2 നേതാക്കൾ സിദ്ധരാമയ്യയും DK ശിവകുമാറും ഡൽഹിയിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ വൈകിട്ട് ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏക ഉപമുഖ്യമന്ത്രിയായി DK ശിവകുമാർ എത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലേക്ക് ഏതെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ DKക്ക് നൽകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ദേവിക, പ്രധാനമായും ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ്, മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഒരു അന്തിമ രൂപത്തിലേക്ക് കർണാടക മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു രൂപത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നത്. അതിൽ പ്രധാനമായും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും. അപ്പോൾ KC വേണുഗോപാൽ, ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ KC വേണുഗോപാൽ പറഞ്ഞൊരു കാര്യം, ഏക ഉപമുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാകും. അതായത് ഒരു ഉപമുഖ്യമന്ത്രിയെ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ നേരത്തെ കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ ഉണ്ടാകുമെന്നൊരു വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. കൂടുതൽ നേതാക്കൾ തങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നൊരു ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും സാമുദായികമായി ബന്ധപ്പെട്ട് ചില വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വലിയ സ്വാധീനമുള്ള നേതാക്കളായിരുന്നു അത്തരത്തിൽ തങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ തള്ളിക്കൊണ്ട് തന്നെയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം. ഉണ്ണി, വ്യക്തമാണ്, ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. KC ഉണ്ണികൃഷ്ണനാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.